തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ UDF സർക്കാർ പരിഹരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ വലിയ ബഹളം തീർക്കുകയാണ് പ്രതിപക്ഷം. ഈ വിഷയം സഭയിൽ അവതരിപ്പിച്ചത് MLA സജി ചെറിയാനാണ്. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികൾ ഒന്നൊന്നായി പറയുന്നുണ്ട് സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്നുമായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലിനെ അവഗണിക്കുമ്പോൾ സമാനമായ സാഹചര്യമാണ് UDF സർക്കാർ സൃഷ്ടിക്കുന്നതെന്നായിരുന്നു സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടിയത്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായധനം LDF സർക്കാർ 6000 രൂപയാക്കിയെന്നും സജി ചെറിയാൻ പറഞ്ഞു. പിന്നാലെ മറുപടി പറയാൻ എണീറ്റത് ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂറാണ്. LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോഴും നയാ പൈസ കൂട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ മാത്രമാണ് 1500 രൂപ കൂട്ടിയതെന്നും പറഞ്ഞ് അബ്ദുൾ ഗഫൂർ തിരിച്ചടിച്ചു. സർ പുതിയ ബഡ്ജറ്റിൽ പുതിയ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് സർ. അതുപോലെ തന്നെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് സർ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴുള്ള പദ്ധതികൾ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ കോഴ്സുകൾ കൂടി അത് ലഭിക്കുന്നതിനുള്ള നടപടികൾ കൂടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് സർ. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർ ഇന്നലെ വെട്ടുകാട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളെ കാണാതായി സർ. ഇന്നലെ തന്നെ സെർച്ച് ചെയ്ത് ഇന്ന് രാവിലെ നമ്മൾ അവരെ റെസ്ക്യൂ ചെയ്തു. 9:20 നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നു സർ. കൃത്യമായ പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രവർത്തനങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്ന പ്രവൃത്തികൾ സർക്കാർ ചെയ്തു വരികയാണ് സർ. മന്ത്രിയുടെ മറുപടി കൃത്യവും സ്പഷ്ടവുമായിരുന്നെങ്കിലും അത് കേൾക്കാൻ പ്രതിപക്ഷം സജ്ജമായിരുന്നില്ല. പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളിൽ മന്ത്രി ഒന്ന് പതറി നിൽക്കുകയും ചെയ്തു. സഭയിൽ കന്നിക്കാരനാണ് മന്ത്രി അബ്ദുൾ ഗഫൂർ. ആ പതർച്ച തിരിച്ചറിഞ്ഞിട്ടായിരിക്കും സഹായിക്കാൻ എന്ന രൂപേണെ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ എണീറ്റത്. പിന്നീട് നടന്നത് ഇതാണ്. വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ബജറ്റില് പ്ലാനിന്റെ തുക 5000 കോടി രൂപ കുറച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ എല്ലാ വകുപ്പിലും കുറച്ചിട്ടുണ്ട്. പക്ഷെ മത്സ്യ SC/ST വകുപ്പിലും ഫിഷറീസ് മേഖലയിലും ആ തുക കുറയാതിരിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് പൈസ അനുവദിച്ചു. അതായത് 35,000 കോടി രൂപയായിരുന്നു പ്ലാനെങ്കിൽ SC/STക്ക് എത്ര രൂപ കൊടുക്കും? അത്രയും കോടി രൂപ അഡീഷണൽ ആയിട്ട് കൊടുത്തു. ഫിഷറീസിൽ 50 കോടി രൂപ അഡീഷണൽ ആയിട്ട് വെച്ചു. അതായത് 73 കോടി രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ വേറെ ഏത് കാര്യവും ഫിഷറീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ പൂർത്തിയാക്കണതിന് അഡീഷണൽ ഓതറൈസേഷനോ മറ്റു നടപടിക്രമങ്ങളോ സപ്ലിമെന്ററി ഉപയോഗിച്ചോ മുഴുവൻ പൈസയും കൊടുക്കും. ഒരെണ്ണത്തിലും ഒരു കുറവും വരില്ല. ഒരു കാര്യത്തിലും മത്സ്യത്തൊഴിലാളി മേഖലയായിട്ട് ഒരു കുറവ് വരില്ല. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫിഷറീസ് സപ്ലൈ നടപ്പാക്കാൻ SC/ST മോഡൽ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റികളിൽ ഒന്നാണ് തീരദേശത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാലാവസ്ഥാ വ്യതിയാനം, മത്സ്യലഭ്യതയുടെ കുറവ്, തീരദേശത്തെ പ്രശ്നങ്ങൾ, തീരദേശത്തെ ഇടിവ് ഇതൊക്കെ പരിഹരിക്കപ്പെടണം. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം ഒരു കാര്യം 2016 മുതൽ 5000 കോടി രൂപയുടെ ഒരു തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ചു. നാമമാത്രമായ തുകയാണ് ചെലവാക്കിയത്. ഓക്കിക്ക് ശേഷം പ്രഖ്യാപിച്ച 2000 കോടി രൂപയുടെ പാക്കേജ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഒരു കാര്യം നടപ്പാക്കിയിട്ടില്ല. അതിന് മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞു. ഞാൻ തന്നെ ഈ നിയമസഭയിൽ ഒരുപാട് കാര്യം, കാരണം 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുള്ളപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. പിന്നീട് അത് 120 രൂപ 130 രൂപയായി. അപ്പോഴും 10 കൊല്ലക്കാലം ആ 25 രൂപ തന്നെയായിരുന്നു ആ മണ്ണെണ്ണയുടെ സബ്സിഡി. 1 രൂപ കൂട്ടി കൊടുത്തില്ല. പിന്നെ പോണ പോക്കിൽ ഒരുപാട് കാര്യം ചെയ്തതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ അവസാനം ആ 50 രൂപ ആക്കിയെന്ന് പറഞ്ഞു. നമ്മളത് 75 രൂപ ആദ്യം ഞങ്ങളുടെ ഭരണം തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ 75 രൂപ മണ്ണെണ്ണയ്ക്ക് ആക്കുന്നത്. മാത്രമല്ല അവരുടെ മത്സ്യബന്ധന യാനങ്ങൾ അത് മറ്റു തരത്തിൽ അത് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഓയിൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തതിനേക്കാൾ 2020-21 കൂട്ടിയെന്ന്. എന്താ കാര്യം? 2020-21 സാമ്പത്തിക വർഷം മുതൽ ഈ പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തി ലൈവ്ലിഹുഡ് ആൻഡ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ഫോർ സോഷ്യോ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആക്റ്റീവ് ട്രഡീഷണൽ ഫിഷേഴ്സ് ഫോർ കൺസർവേഷൻ ഓഫ് ഫിഷറീസ് റിസോഴ്സ് ഡ്യൂറിംഗ് ബാൻ ആൻഡ് ലീൻ മന്ത്സ് എന്നായി പുനർനാമകരണം നടത്തി. ബ്ലൂ റെവല്യൂഷൻ സ്കീമിന്റെ അതേ മാനദണ്ഡ പ്രകാരം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നു. കേന്ദ്ര പ്രോജക്റ്റിന്റെ കൂടി ഭാഗമായിട്ട് അത് മാറി. അത് താമസം ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇതെല്ലാ പൈസയും കൂടി ആദ്യം കൊടുക്കുക. ഇത് ജൂണാണ് അല്ലേ?
ജൂൺ മാസത്തിൽ ഈ 4500 രൂപയും കൊടുക്കുമോ? ഇല്ല. ജൂൺ മാസത്തിൽ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് 10/6/2026. ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്ന് ഈ മാസം 10-ാം തീയതി, ജൂൺ 10-ാം തീയതി ഉത്തരവ് കൊടുത്തു. അതിനുള്ള പൈസ ജില്ലാ ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ പണം കൊടുക്കും. അടുത്ത മാസം ആവുമ്പോഴേക്കും സർക്കാരിന്റെ വിഹിതം കൊടുക്കും. ഒരു കാരണവശാലും 1 രൂപയുടെ പോലും കുറവ് ഒരു മാസവും വരുത്തില്ല. അതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഇവിടെ കൊടുക്കാതിരുന്നു എന്നുള്ള ഈ നോട്ടീസിലെ പരാമർശം തെറ്റാണ്. കൊടുക്കാതിരുന്നിട്ടില്ല. ആദ്യത്തെ ഗഡു അവരുടെ കോൺട്രിബ്യൂഷന്റെ പൈസ കിടക്കാണ്, ബാങ്കിൽ കിടക്കാണ്, ട്രഷറി അഡ്ജസ്റ്റ്മെന്റ്സ് അവരുടെ പൈസ കിടക്കാണ്. ഇപ്പോഴേ എടുത്ത് ട്രഷറിയിലേക്ക് സംസ്ഥാന വിഹിതം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കുവോ? ഏതെങ്കിലും ധനകാര്യമന്ത്രിമാർ കൊടുക്കുവോ? അടുത്ത മാസം കൊടുക്കേണ്ട പൈസ ഈ മാസം ട്രാൻസ്ഫർ ചെയ്യോ? എന്തായി പറയുന്നത്? അടുത്ത മാസം കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട തലേ ദിവസം ട്രഷറി അത് ട്രാൻസ്ഫർ ചെയ്യും. ആ ജില്ലാ ഓഫീസുകളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഹിതം ട്രാൻസ്ഫർ ചെയ്യും. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം വരാൻ വൈകിയാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അത് വരുന്നത് വരെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പൈസ കൊടുക്കും. ഒരു കുറവും ഒരു മത്സ്യത്തൊഴിലാളിക്കും ഈ സ്കീമിൽ 1 രൂപയുടെ വരുത്തൂല. ഇപ്പൊ ഒരു അന്തരീക്ഷം ഇപ്പൊ ഇവിടെ ഇല്ല. ഒരു ടെൻഷനും ഈ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ആദ്യ മാസത്തെ ജില്ലാ ഓഫീസുകളിൽ ആ പൈസ എത്തി അതിന്റെ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മത്സ്യബന്ധനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് അവതരണാനുമതി നിഷേധിക്കുന്നു.